പാദാരവിന്ദങ്ങളിൽ ഉണ്ണിയുടെ പാദാരവിന്ദങ്ങളിൽ നദാംഗ നമസ്കരിച്ച് കൃതാഞ്ജലി ഉപ്പകയോട് കൂടിയിട്ട് സ്തുതിക്കണം ഭഗവാനെ. ഒരു ഉണ്ണി ഉണ്ടായപ്പോൾ നന്ദി പറയുന്നത് ഭഗവാനെ. ഭഗവാനെ നോക്കിയിട്ട് വസുദേവരെ സ്തുതിച്ചു. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പര അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്ക്. അങ്ങ് ആരാണെന്നാണ് ആദ്യം പറയേണ്ടത്. പ്രകൃതിയിൽ നിന്നും അതീതനായി നിലകൊള്ളുന്ന പുരുഷനാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ. മായ ബാധിക്കാത്തവൻ ഭഗവാൻ, മായ ബാധിക്കുന്നവൻ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഈശ്വരമായി തരണം ചെയ്ത് ഭഗവാനായി മാറാനുള്ള പ്രക്രിയയാണ് യജ്ഞം, സത്സംഗം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രകൃതേഹേ പര പുരുഷ, അറിയണം ഭഗവാൻ അങ്ങ് മായാതീതനാണ്, മായ ബാധിക്കാത്തവനാണ്, ഗുണാതീതനാണ്. ഗുണാതീതമവ്യക്തമേകം തുരീയം പരബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ.